Welcome to BSc Main Physics, Semester 5, Paper 2, Statistical Physics, Research Methodology and Disaster Management. BSc Main Physics, class number S18, Criteria for Good Research. Criteria for Good Research. നല്ല ഒരു ഗവേഷണത്തിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? നല്ല ഒരു റിസർച്ച് വർക്കിന് വേണ്ട ക്രൈറ്റീരിയ, അതിൻ്റെ മാനദണ്ഡങ്ങൾ, അതിൻ്റെ മെഷേഴ്സ് എന്തൊക്കെയാണ്? പ്രധാന ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ക്രൈറ്റീരിയ ഫോർ ഗുഡ് റിസർച്ച്. ക്രൈറ്റീരിയ ഫോർ ഗുഡ് റിസർച്ച്. എ ഗുഡ് റിസർച്ച് ഷുഡ് ഹാവ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. താഴെ പറയുന്ന അളവ് കോലുകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ ഒരു നല്ല ഒരു റിസർച്ചിന് വേണ്ടി വരും. എ ഗുഡ് റിസർച്ച് ഷുഡ് ഹാവ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. നമ്പർ 1, ദ റിസർച്ച് പ്രോസസ് ഷുഡ് ബി ക്ലോസ്ലി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ്സ്. അടിസ്ഥാന തത്വങ്ങളും ആശയങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു നിർവചനം കൊടുത്തിരിക്കണം. വെൻ യു ഡു യുവർ റിസർച്ച്, ദാറ്റ് പ്രോസസ് ഷുഡ് ബി ക്ലോസ്ലി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ്സ്. അടിസ്ഥാന തത്വങ്ങളും കൺസെപ്റ്റുകളും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. നമ്പർ 2, ഇറ്റ് ഷുഡ് ഹാവ് എ പ്ലാൻ ഡിസൈൻ കോൾഡ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരിക്കണം. നമ്പർ 3, റിസർച്ച് ഡിസൈൻ ഷുഡ് ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ സോ ദാറ്റ് അതേഴ്സ് ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. റിസർച്ച് ഡിസൈൻ ഷുഡ് ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ സോ ദാറ്റ് അതേഴ്സ് ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അത് പ്രത്യേക രീതിയിൽ വിശദീകരിക്കണം, ഡീറ്റെയിൽഡായിട്ട് വിശദമായി തന്നെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം. നമ്പർ 4, ദ തിയറി യൂസ്ഡ് ഫോർ തിയറി യൂസ്ഡ് ഫോർ അനാലിസിസ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ്. യോജിക്കുന്ന തരത്തിലുള്ള തിയറി ആയിരിക്കണം, കറക്റ്റ് തിയറി ആയിരിക്കണം, ചേർന്ന് പോകുന്ന തിയറി ആയിരിക്കണം നമ്മൾ ഈ അനാലിസിന് വേണ്ടി ഉപയോഗിക്കാൻ. ദ ഫ്ലോസ് ഇൻ ദ ഡിസൈൻ ആൻഡ് ദിയർ എഫക്റ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ്. നമ്മുടെ റിസർച്ച് ഡിസൈനകത്തുള്ള കുഴപ്പങ്ങൾ, ഫ്ലോസ്, അത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എന്തെല്ലാം ഫ്ലോസ് ഉണ്ട്, എന്തെല്ലാം കുഴപ്പങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമ്പർ 6, ദ കൺക്ലൂഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി ഡേറ്റ അനലൈസ്ഡ്. നമ്മൾ അനലൈസ് ചെയ്ത്, നമ്മൾ വിശകലനം ചെയ്ത ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തി വേണം ഇതിന് കൺക്ലൂഷൻ, ഒരു അനുമാനത്തിലെത്താൻ. നമ്പർ 7, ദെയർ വിൽ ബി ഗ്രേറ്റർ കോൺഫിഡൻസ് ഇൻ ദി റിസർച്ച് വർക്ക്. നമ്മുടെ വർക്കിൽ നമുക്ക് കൂടിയ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ ശരിയായ പാതയിലാണ് നീങ്ങുന്നത്, ശരിയായ വർക്കാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. മീനിങ് ഫുൾ ആയിരിക്കണം നമ്മുടെ റിസർച്ച്. നമ്മുടെ റിസർച്ചിനെ കുറിച്ച് നമുക്ക് മതിപ്പുണ്ടായിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. ദെർ വിൽ ബി ഗ്രേറ്റർ കോൺഫിഡൻസ് ഇൻ ദി റിസർച്ച് വർക്ക്. ഇൻ അഡീഷൻ, ഇത് കൂടാതെ ഒരു ഗുഡ് റിസർച്ചിന് വേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവ കൂടാതെ ഒരു ഗുഡ് റിസർച്ചിന് വേണ്ട മറ്റു കാര്യങ്ങൾ. ഇൻ അഡീഷൻ, എ ഗുഡ് റിസർച്ച് ഷുഡ് ബി ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക്. അത് താത്വികമായിരിക്കണം, സിസ്റ്റമാറ്റിക്കായത്, അത് ക്രമത്തിലുള്ളത്, ചിട്ടയായിട്ടുള്ളതായിരിക്കണം. ബി എംപിരിക്കൽ, ദാറ്റ് ഈസ് അതേഴ്സ് ക്യാൻ ട്രസ്റ്റ് ആൻഡ് വെരിഫൈ. ഒരു എംപിരിക്കൽ ഫോർമാറ്റിലായിരിക്കണം, മറ്റുള്ളവർക്കത് വിശ്വസിക്കുകയും അത് വെരിഫൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യണം. ഒരു എംപിരിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്, അത് മറ്റുള്ളവർക്കത് ടെസ്റ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനും സാധിക്കണം. വെരിഫയബിൾ, അത് തെളിയിക്കാൻ പറ്റുന്നതായിരിക്കണം, പരിശ്രമം ചെയ്ത മറ്റുള്ളവർക്കും അത് തെളിയിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. വാട്ട് ആർ ദി ക്രൈറ്റീരിയ ഫോർ ഗുഡ് റിസർച്ച്? ഒരു ക്രൈറ്റീരിയയ്ക്ക് വേണ്ട, ഒരു ഗുഡ് റിസർച്ചിന് വേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അത് നമ്മൾ ഇവിടെ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളും പിന്നെ ഒരു 3 അഡീഷണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി അത് പറയാം ഏതൊക്കെയാണെന്ന്. യു ഹിയർ ക്രൈറ്റീരിയ ഫോർ ഗുഡ് റിസർച്ച്. എ ഗുഡ് റിസർച്ച് ഷുഡ് ഹാവ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. നമ്പർ 1, the research process should be closely defined in terms of basic principles and concepts. Number 2, it should have a planned design called research design.
Number 3, research design should be described in detail so that others can also understand it. Number 4, theory used for analysis should be appropriate. Number 5, the flaws in the design and their effects should be reported. Number 6, the conclusion should be based on data analyzed. Number 7, there will be a greater confidence in the research work. In addition, a good research should have the following criteria also. A, it must be logical and systematic. B, empirical, that is, others can trust and verifiable. The question is, what are the criteria for a good research? Next question, definition of research problem. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, എങ്കിൽ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. ഒരു റിസർച്ച് പ്രോബ്ലം, ഒരു ഗവേഷണ വിഷയം നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? എ റിസർച്ച് പ്രോബ്ലം ഈസ് ഡിഫൈൻഡ് ആസ് എനി സിറ്റുവേഷൻ വെർ എ ഗ്യാപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി ആക്ച്വൽ ആൻഡ് ദി ഐഡിയൽ സ്റ്റേറ്റ്. യഥാർത്ഥമായിട്ട് നമ്മൾ കാണുന്നതും അതിൽ ഒറിജിനൽ ശരിക്കുമുള്ളതും തമ്മിലുള്ള ഒരു ഗ്യാപ്പുണ്ടെങ്കിൽ, ഒരു വിടവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന രീതിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കുറേ ഡേറ്റ, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം, ശരിക്കും എന്താണെന്ന് നിശ്ചയമില്ല. അപ്പോൾ ശരിക്ക് എന്താണ് ഉള്ളത്, ഐഡിയലായിട്ട് എന്താണ് ഉള്ളത്, അതും നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പുതിയ തെളിവുകൾ കണ്ടെത്തി ഇതിനെ കോറിലേറ്റ് ചെയ്യുക. അതിനുവേണ്ടിയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. It should be a clear and precise statement of the question that is to be investigated. നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന, നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന ആ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രിസൈസ് ആൻഡ് ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. കുറച്ച് വാക്കുകളിൽ കൂടുതൽ കാര്യം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. A research problem should have a solution, correct here, a solution. Number 2, scope for improvement, some conceptual clarity, novelty and originality, usefulness, and it should be appropriate and significant. അപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെയാണ്. എ റിസർച്ച് പ്രോബ്ലം ഷുഡ് ഹാവ് എ സൊല്യൂഷൻ, സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്, സം conceptual clarity, novelty and originality, usefulness, and it should be appropriate and significant. The question is, define a research problem. One more question, explain features of selecting a research problem. നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എസെൻഷ്യൽ ഫീച്ചേഴ്സ്, എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഫോർ സെലക്ടിങ് എ റിസർച്ച് പ്രോബ്ലം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനകത്ത് വരുന്ന കാര്യങ്ങളും ഇവിടെ എഴുതി ചേർക്കാവുന്നതേ. എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്, ക്വസ്റ്റ്യൻസ് എല്ലാം, ആൻസേഴ്സ് എല്ലാം. അപ്പോൾ ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മുകളിൽ കണ്ട കാര്യങ്ങളിനകത്തും വരും. അപ്പോൾ കമ്പൈൻ ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതാം. എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഫോർ സെലക്ടിങ് എ റിസർച്ച് പ്രോബ്ലം. ദ സെലക്ഷൻ ഓഫ് എ സൂട്ടബിൾ പ്രോബ്ലം ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്. കൃത്യമായി നമ്മൾ ഒരു വിഷയം കണ്ടെത്തുക ശരിക്കും പ്രയാസമുള്ള ഒരു കാര്യമാണ്. ദർ ആർ 2 ways ഓഫ് സെലക്ടിങ് എ ടോപ്പിക്. 2 തരത്തിൽ നമുക്കൊരു ടോപ്പിക് സെലക്ട് ചെയ്യാം. നമുക്ക് ടോപ്പിക് എങ്ങനെ സെലക്ട് ചെയ്യണം? ഒരു റിസർച്ചറിൻ്റെ ആദ്യത്തെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രശ്നമാണ്, അതെങ്ങനെ സോൾവ് ചെയ്യാം. ടു സെലക്ട് ദ ടോപ്പിക് ബൈ ദ റിസർച്ചർ ഹിംസെൽഫ്. സ്വന്തമായിട്ട് നമുക്കൊരു ആശയം ഉണ്ടായിരിക്കണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, അത് തന്നെ അങ്ങ് ചൂസ് ചെയ്യുക. രണ്ടാമത്തെ, ടു അക്സെപ്റ്റ് സജഷൻ ഫ്രം റിസർച്ച് ഗൈഡ്. സാധാരണ സ്റ്റുഡൻസൊക്കെ റിസർച്ച് ഗൈഡ് പറയുന്ന വിഷയമായിരിക്കും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് അത് ഗൈഡ് ചെയ്യാൻ പ്രയാസമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു വിഷയം ചൂസ് ചെയ്ത് ചെന്നാൽ എല്ലാ ഗൈഡുകളും അത് അഡ്മിറ്റ് ചെയ്യണമെന്നില്ല. അവർക്ക് പരിജ്ഞാനമുള്ള വിഷയമായിരിക്കും അവർ ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഗൈഡുമായിട്ട് ചോദിച്ച് ഒരു വിഷയം നമ്മൾ സ്വീകരിക്കുന്നതാണ് അഭികാമ്യം, എപ്പോഴും നല്ലത്. But it is better to choose the topic ourselves because their researcher can pursue his own interest. അപ്പോൾ ഇത് ഈ ആർട്സ് വിഷയങ്ങൾക്ക് പറ്റുന്ന കാര്യം, സയൻസിൽ അത് മിക്കവാറും പറ്റത്തില്ല. നമുക്കൊരു ഒരു വർക്ക് ചെയ്യണം ഇന്ന വിഷയത്തിൽ, അത് നമ്മുടെ ചോയ്സായിട്ട് വരുന്നത് മിക്കവാറും ആർട്സിലാണ്. ഈ സോഷ്യൽ സയൻസിലൊക്കെ അങ്ങനെ ചെയ്യാം. അല്ലാതെ നമുക്ക് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ് പോലുള്ള വിഷയങ്ങളിൽ നമുക്ക് തനിയെ ഒരു വിഷയം കണ്ടെത്തി ഗൈഡിനെ
ഗൈഡിൻ്റെ സഹായം സ്വീകരിക്കുക പ്രയാസമായിരിക്കും. അവിടെ ഗൈഡിൻ്റെ ഒപ്പീനിയനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ദ മെയിൻ പോയിൻറ്റ്സ് ടു കൺസിഡർ വൈൽ സെലക്ടിങ് എ പ്രോബ്ലം ആർ. ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? നമ്പർ 1, ദർ ഷുഡ് ബി എ പ്രിലിമിനറി സ്റ്റഡി ഓഫ് ദി പ്രോബ്ലം. ആ പ്രോബ്ലത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിച്ചിരിക്കണം, ആദ്യമേ തന്നെ ഒന്ന് പഠിച്ചിരിക്കണം. ദർ ഷുഡ് ബി എ preliminary study of the problem. Number 2, the preliminary study can be avoided if there is sufficient research is already in the problem. അപ്പോൾ ഈ ശരിക്കും ഒരു പഠനം നടത്തിയിട്ടുള്ള വിഷയമാണെങ്കിൽ ഈ പ്രിലിമിനറി സ്റ്റഡിയുടെ ആവശ്യമില്ല. The preliminary study can be avoided if there is sufficient research is already in the problem. ഓവർ സെർച്ച്ഡ് പ്രോബ്ലംസ് ആർ അൺഡിസൈറബിൾ. ഒത്തിരി ഗവേഷണ പഠനം നടത്തിയിട്ടുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് അൺഡിസൈറബിളാണ്. ഒരുപാട് പഠിച്ചിട്ടുള്ള, ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. നാരോ ആൻഡ് വേഗ് പ്രോബ്ലം ഷുഡ് ബി അവോയ്ഡഡ്. അപ്പോൾ വളരെ കുറച്ച് വ്യാപ്തിയില്ലാത്ത, ക്ലിയർ അല്ലാത്ത പ്രോബ്ലം നമ്മൾ ചൂസ് ചെയ്യരുത്. റിസർച്ച് മെറ്റീരിയൽസ് ഫോർ ദി പ്രോബ്ലം ഷുഡ് ബി അവൈലബിൾ. ഇപ്പോൾ റിസർച്ച് മെറ്റീരിയൽ നമുക്ക് ലിറ്ററേച്ചറിലും മറ്റ് റിസർച്ചിലും ലിറ്ററേച്ചറിലുമൊക്കെ പീരിയോഡിക്കൽസൊക്കെ ലഭ്യമാകുന്ന പ്രോബ്ലം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. റിസർച്ചർ ഷുഡ് റീഡ് ഓൾ ദി ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ദി പ്രോബ്ലം. നമ്മൾ പഠനം നടത്തുന്ന പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലിറ്ററേച്ചറും, എല്ലാ ബുക്സും, എല്ലാ പീരിയോഡിക്കൽസും നമ്മൾ വായിക്കണം, മിക്കവാറും എല്ലാം. നമ്പർ 9, ദ ക്വാളിഫിക്കേഷൻ ഓഫ് ദ റിസർച്ചർ ഈസ് എ ഡിസൈഡിങ് പ്രോബ്ലം. അപ്പോൾ ഈ ഗവേഷണം നടത്തുന്ന ആളിൻ്റെ യോഗ്യത ഒരു പ്രോബ്ലം തന്നെയാണ്. കോഓപ്പറേഷൻസ് ഫ്രം അതർ റിസർച്ചേഴ്സ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. മറ്റ് റിസർച്ചേഴ്സിന് സഹായം തേടാവുന്നതാണ്. Number 11, the problem selected should be such that the expenditure should not be high. ചിലവ് നമുക്ക് താങ്ങാവുന്നത് ആയിരിക്കണം. വളരെ കൂടിയ ചിലവാണെങ്കിൽ ഈ റിസർച്ച് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായി വരും. Number 12, the problem selected should be such that it contributes to the concerning field of knowledge. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോബ്ലം ഈ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് സംഭാവനകൾ പുതുതായിട്ട് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നു, ഈ വിഷയവുമായിട്ട് മറ്റനേകം പഠനങ്ങൾ നിലവിലുണ്ട്, അതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെയും ഗവേഷണ പഠനം. അപ്പോൾ അത്രയാണ് ഇവിടെ ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അതായത് ഫീച്ചേഴ്സ് ഫോർ സെലക്ടിങ് എ റിസർച്ച് പ്രോബ്ലം. ഇപ്പോൾ റിസർച്ച് മെത്തഡോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ തിസിസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ എഴുതുന്നത് എങ്ങനെയാണ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു വെരി മച്ച്.